കരോൾ ശുശ്രൂഷ ദേവാലയത്തിൽ. ക്രിസ്മസ് രാത്രിയിൽ പള്ളിയിൽ നിന്ന് ഒരു ഗണം ഗായകർ വീടുകളിൽ ചെന്ന് ക്രിസ്മസ് സന്ദേശം നൽകുന്ന പതിവ് പരമ്പരാഗതമായി പല ഇടവുകളിലും നിലവിലുണ്ട്. ബെത്ലഹേമിലെ കാര്യത്തൊഴുത്തിൽ രക്ഷകൻ പിറന്നുവെന്ന സുവിശേഷം വാനവഗണം ആട്ടിടയന്മാരെ അറിയിച്ചതിനെ അനുസ്മരിപ്പിക്കുന്ന ഒരു പരിപാടിയാണിത്. ഇടവക അധികാരികൾ കുടുംബങ്ങൾ സന്ദർശിച്ച് ഇടവക ജനങ്ങൾക്ക് ക്രിസ്മസ് മംഗളം ആശംസിക്കുന്ന തുല്യമായ പരിപാടി ഭക്തിസമ്മർദ്ദവും അച്ചടക്കത്തോടു കൂടിയതുമായിരിക്കണം. ഒരുക്കങ്ങൾ. ദേവാലയത്തിൽ നിന്ന് കത്തിച്ച ഒരു ദീപം കാര്യത്തൊഴുത്തിൽ പിറന്നു കിടക്കുന്ന ഉണ്ണീശോയുടെ ഒരു ചെറിയ രൂപത്തോടൊപ്പം സംഭവിക്കപ്പെടുന്നു. മാതാവ്, യോസേപ്പ്, മാലാഖമാർ, ആട്ടിടയർ തുടങ്ങിയവരെ പോലെ അലങ്കൃതരായ കുട്ടികൾ പോകുന്ന പതിവും ചില സ്ഥലങ്ങളിലുണ്ട്. ഔദ്യോഗിക കരോൾ സംഘം വീടുകൾ സന്ദർശിക്കുന്ന വിവരം വികാരി നേരത്തെ ഇടവകയിൽ അറിയിക്കണം. ഗായക സംഘം പള്ളിയിൽ പ്രധാന അൾത്താരയുടെ മുമ്പിൽ കൂടുന്നു. വൈദികർ സന്ദർഭോചിതമായ പ്രഭാഷണം നടത്തുന്നു. പോകുന്ന വഴികളും പ്രവേശിക്കുന്ന വീടുകളും അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ അനുസ്മരിപ്പിക്കണം. എല്ലാ വീടുകളിലും ക്രിസ്മസ് സമ്മാനമായി കൊടുക്കുവാൻ ക്രിസ്മസ് കാർഡുകളും പ്രത്യേക സന്ദേശം അടിച്ച പടങ്ങളോ ഉണ്ടെങ്കിൽ അവ ബന്ധപ്പെട്ടവരെ ഏൽപ്പിക്കണം. വേദപുസ്തകം ബഹുമാനപൂർവ്വം സംഭവിക്കപ്പെടുന്നു. വീടുകളിൽ നിന്ന് കിട്ടുന്ന സംഭാവനകൾ സ്വീകരിച്ച് രസീത് കൊടുക്കുന്ന പതിവ് നല്ലതാണ്. കരോൾ സന്ദർശനം കത്തോലിക്ക ദേവാലയത്തിൽ മാത്രമായിരിക്കണമെന്നില്ല. പള്ളികളുടെ ശുശ്രൂഷയ്ക്ക് ശേഷം ഉണ്ണിയേശുവിൻ്റെ രൂപം, ദീപാശിഖ, വേദപുസ്തകം എന്നിവ വൈദികർ ആഘോഷമായി കരോൾ പ്രതിനിധിയുടെ കയ്യിൽ കൊടുത്ത് നിങ്ങൾക്ക് സമാധാനം, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, മറ്റുള്ളവർ നിങ്ങളിൽ ദൈവത്തെ കാണുകയും കേൾക്കുകയും ചെയ്യട്ടെ എന്ന ആശംസ അറിയിക്കുന്നു. കരോൾ സംഘം വീട്ടിൽ. കരോൾ സംഘം വീട്ടിലെത്തിയാലുടനെ പള്ളിയിൽ നിന്ന് കൊണ്ടുവന്ന ദീപത്തിൽ നിന്ന് വീട്ടിലെ നിലവിളക്ക് കത്തിക്കുന്നു. വേദപുസ്തകം ഭക്തിപൂർവ്വം പ്രതിഷ്ഠിക്കുന്നു. അനന്തരം കരോൾ ഗാനം ആലപിക്കുന്നു. കുടുംബാംഗങ്ങൾ എല്ലാവരും ഭക്തിപൂർവ്വം കർമ്മങ്ങളിൽ പങ്കെടുക്കുന്നു. നിങ്ങൾക്ക് സമാധാനം, അങ്ങേക്ക് സമാധാനം. വിശുദ്ധ ലൂക്ക എഴുതിയ നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായം 6 മുതൽ 14 വരെ. യൗസേപ്പും മറിയവും യൂദയായിൽ ബെത്ലഹേം എന്നറിയപ്പെടുന്ന ദാവീദിൻ്റെ പട്ടണത്തിലായിരിക്കവേ മറിയത്തിനെ പ്രസവിക്കുവാൻ്റെ ദിവസങ്ങൾ തികഞ്ഞു. മറിയം തൻ്റെ കടിഞ്ഞൂൽപുത്രനെ പ്രസവിച്ചു. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് തൊട്ടിയിൽ കിടത്തി. എന്നാൽ സത്രത്തിൽ അവൾക്ക് സ്ഥലം കിട്ടിയില്ല. ആ പ്രദേശത്തെ വയലുകളിൽ തങ്ങളുടെ ആട്ടിൻപറ്റങ്ങൾക്ക് രാത്രിയിൽ കാവലിരിക്കുന്ന ഇടയന്മാരുണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ സമീപത്തെത്തി. കർത്താവിൻ്റെ തേജസ് അവരുടെ ചുറ്റും പ്രകാശിച്ചു. അവർ അത്യധികം ഭയപ്പെട്ടു. ദൈവദൂതൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇതാ സർവ്വജനത്തിനും വേണ്ടിയുള്ള ഒരു വലിയ സന്തോഷവാർത്ത നിങ്ങളെ അറിയിക്കുന്നു. ദാവീദിൻ്റെ പട്ടണത്തിൽ ഇന്ന് നിങ്ങൾക്കൊരു രക്ഷകൻ, കർത്താവായ മിശിഹ പിറന്നിരിക്കുന്നു. അത് നിങ്ങൾക്കൊരടയാളമായിരിക്കും. പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. പെട്ടെന്നൊരു ഗണം, സ്വർഗീയ ഗണങ്ങൾ, സൈന്യങ്ങൾ ദൂതനോടുകൂടെ പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ പ്രകീർത്തിച്ചുകൊണ്ട് സ്തുതിച്ചു. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദൂതന്മാർ സുഖത്തിലേക്ക് മടങ്ങിപ്പോയപ്പോൾ ഇടയന്മാർ അതിവേഗം പോയി മറിയത്തെയും യൗസേപ്പിനെയും തൊട്ടിൽ കിടന്ന ഉണ്ണിയെയും സന്ദർശിച്ചു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി ദൈവപൈതലിനെ ധ്യാനിച്ചുകൊണ്ട് കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം വാഗ്ദാനം ചെയ്ത കർത്താവേ, ഈ കുടുംബത്തിൽ അങ്ങയുടെ ശാന്തിയും സന്തോഷവും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കുടുംബത്തിലുള്ള എല്ലാവരും അനുദിന ജീവിതത്തിൽ ഉപരി പുണ്യപൂർണ്ണരാകുവാൻ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഈ കുടുംബത്തിലെ ഓരോ അംഗത്തെയും ആത്മീയവും ശാരീരികവുമായ അപകടങ്ങളിലും പൈശാചിക ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം.
മനുഷ്യവംശത്തിൻ്റെ പാപത്തിൻ്റെ അടിമത്വത്തിൽ നിന്ന് രക്ഷിച്ച സ്വർഗത്തിന് അവകാശികളാക്കുവാൻ മനുഷ്യനായി പിറന്ന മിശിഹായെ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും പെരുമാറ്റങ്ങളിലും സംസാരങ്ങളിലും ബന്ധങ്ങളിലും നിർമ്മലവും സ്വർഗീയവുമാകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഈ കുടുംബത്തിലെയും നാടിനെയും അനുഗ്രഹിക്കണമേ. സ്ഥലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.